part 1, there is part 2 and part 3. അപ്പോൾ ആദ്യത്തെ ഞാൻ പറഞ്ഞിരുന്നത് 2004 CMRന് ലഭിച്ച ലീസ്, 2004 തന്നെ UDF ഗവൺമെൻറ് സ്റ്റോപ്പ് ചെയ്ത ലീസ്, അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് ഒരു കാരണവശാലും സ്വകാര്യ വ്യക്തികൾക്ക് കമ്പനികൾക്ക് കരിമണൽ ഖനനം അനുവദിക്കേണ്ടതില്ല എന്ന് കാറ്റഗോറിക്കലായിട്ട് ക്ലോസ് ചെയ്ത പോളിസി പൊസിഷൻ, അത് തന്നെ ഉമ്മൻചാണ്ടി സർക്കാരും വീണ്ടും തുടരുകയും അപ് ടു ദ സുപ്രീം കോർട്ട് ആ കേസ് ഫൈറ്റ് ചെയ്യുകയും സുപ്രീം കോടതിയിൽ ഗവൺമെൻറ് ആഗ്രഹിച്ചതുപോലെ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് ആ ലീസ് ടെർമിനേറ്റ് ചെയ്ത് സ്ഥലം ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന അവസരം ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നത്. അപ്പോൾ ആദ്യ പരിശ്രമം എന്ന് പറയുന്നത് ആ ലീസിന് ലൈഫ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ലീസിന് ലൈഫ് കൊടുക്കാൻ വേണ്ടി LDF UDF ഗവൺമെൻറ്റുകൾ കൺസിസ്റ്റൻ്റായി തുടർന്നു വന്ന പോളിസി, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുറുകെ പിടിച്ചിരുന്ന പോളിസി, സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കേണ്ടതില്ല എന്നതിനെ ഡൈലൂട്ട് ചെയ്ത് അന്നത്തെ വ്യവസായ നയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവൺമെൻറ് വെള്ളം ചേർത്ത് CMRLന് ആ ലീസിന് ലൈഫ് നൽകാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2019 കേന്ദ്ര സർക്കാരിൻ്റെ റൂൾസ് വന്ന് അത് ടെർമിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് ഉള്ള ഡയറക്ഷൻ. ആദ്യം അമെൻമെൻറ്റ് വന്നു. അമെൻമെൻറ്റ് വന്നതിന് ശേഷം അവർ അമെൻമെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തതിന് പിന്നാലെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഡയറക്ഷൻ സെൻട്രൽ ഗവൺമെൻറ്റിന് വന്നു. ദാറ്റ്സ് ഇൻ 2019. 2019 വന്നിട്ടും ആ ലീസ് ടെർമിനേറ്റ് ചെയ്യാതെ കഴിഞ്ഞ 2023 ഡിസംബർ 18 വരെ, അതായത് ഡിസംബർ 14 ഞാൻ ഇവിടെ മാസപ്പടി സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ ഇടപെടലും മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള താല്പര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള പത്രസമ്മേളനം നടന്നത് ഡിസംബർ 14. ആ 14 ശേഷം 4 ദിവസം കഴിഞ്ഞ് ഡിസംബർ 18 ലീസ് ടെർമിനേറ്റ് ചെയ്തത്. അപ്പോൾ ലീസിന് ലൈഫ് കൊടുക്കാൻ പിണറായി വിജയൻ ശ്രമിച്ചതാണ് പാർട്ട് നമ്പർ 1. അപ്പോൾ അതിനോട് CPMൻ്റെ റെസ്പോൺസ് എന്താണ് ഉണ്ടായത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ബഹുമാനായ വ്യവസായ മന്ത്രി രാജീവാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ വന്നത്. ഈ റെസ്പോണ്ടഡ് ഇൻ 1 സിംഗിൾ സെൻറ്റൻസ്. മാത്യു വെച്ചത് ഉണ്ടയില്ലാത്ത വെടിയല്ല, ഉണ്ടയുള്ള വെടിയാണ്. പക്ഷേ ദ ലീസ് വാസ് ഗ്രാൻഡഡ് അറ്റ് ദ ടൈം ഓഫ് UDF ഗവൺമെൻറ് എന്ന് മാത്രമേ അദ്ദേഹം മറുപടി പറഞ്ഞുള്ളൂ. സ്പെസിഫിക് ആയിട്ട് ഞാൻ ഡോക്യുമെന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത് മുഖ്യമന്ത്രിയുടെ വകുപ്പല്ലാതിരുന്നിട്ടും മുഖ്യമന്ത്രി ഇടപെടേണ്ടതല്ലാതിരുന്നിട്ടും he specifically called for the file. അദ്ദേഹം ഫയല് നേരിട്ട് വിളിച്ചു വരുത്തി അദ്ദേഹം ഇടപെട്ടാണ് ഇതിനെ ഗെറ്റ് ഓവർ ചെയ്യാൻ ശ്രമിച്ചതും ഇതിന് ലൈഫ് കൊടുക്കാൻ ശ്രമിച്ചതും. അതെന്തിനു വേണ്ടി, വാട്ട് വാസ് ഹിസ് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു. ഇന്നുവരെ വ്യവസായ വകുപ്പോ മുഖ്യമന്ത്രിയോ CPMോ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതിനുള്ള അവരുടെ ആകെ മറുപടി ലീസ് ഗ്രാൻഡ് ചെയ്തത് UDFൻ്റെ ടൈമിലാണ് എന്ന് മാത്രമായിരുന്നു. പാർട്ട് 2, ഐ ഹോപ്പ് യു റിമെമ്പർ. പാർട്ട് 2 എന്ന് പറയുന്നത് CMRL കമ്പനി മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ 4 വർഷങ്ങളായി 75 കോടിയുടെ നഷ്ടമാണ്. അതിന് കാരണം we have to eliminate from other countries. We are importing from Japan, we are importing from China, we are importing from UAE. This is ഞങ്ങൾക്ക് വലിയ നഷ്ടം ഇതുകൊണ്ട് ഉണ്ടാകുന്നു. We need eliminate in the state, അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് eliminate അവൈലബിൾ ആക്കണമെന്നുള്ള അവരുടെ അപേക്ഷ മുഖ്യമന്ത്രിക്ക് പോയി അദ്ദേഹം അത് നോട്ട് ചെയ്തു. അദ്ദേഹം അതിൽ ഫയല് ഓപ്പൺ ചെയ്ത് ഇനീഷ്യേറ്റ് ചെയ്തു. അതിനുശേഷം സ്വാഭാവികമായിട്ടും തോട്ടപ്പള്ളിയിലെ സ്പിൽവേയിലെ മണൽ നീക്കം ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് വിത്ത് വിച്ച് ഡിപ്പാർട്ട്മെൻറ്റ്? അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. ആ സ്പിൽവേ കനാലിൻ്റെ അതോറിറ്റിയും സ്പിൽവേ കനാലിൻ്റെ മെയിൻ്റനൻസും അതിൻ്റെ കാര്യങ്ങളും ചെയ്യേണ്ടത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ്. എഗെയിൻ CM invoked his powers under Disaster Management Act. As the chairman of the Disaster Management Actൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിലും മിനിറ്റ്സിലും ആ പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്ത് ആലപ്പുഴ ജില്ലാ കളക്ടറോട് ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയോട് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ട് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ നിസ്സാര വിലക്കെന്നല്ല, ത്രോ എവേ പ്രൈസസ്, ഒരുപക്ഷെ കേരളത്തിൻ്റെ മുഴുവൻ പ്രതിസന്ധികളും അതിജീവിക്കാൻ കഴിയുന്ന നിലയിൽ
കരിമണൽ സമ്പത്ത് നമുക്കുള്ളത് ത്രോ അവേ പ്രൈസസിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴി അത് CMRL എത്തിയതും അതിന് പിന്നീടുള്ള വർഷങ്ങളിൽ CMRLന്റെ ലാഭത്തിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായതും നമ്മൾ കണ്ടു. 10,000 കോടി രൂപയുടെ മേറി റഫ്ലി ഒരു 40,000 crores വില വരുന്ന കരിമണലിന്റെ ഒരു വ്യാപാരം വ്യവസായം അല്ലെങ്കിൽ നീക്കം 53 ലക്ഷം ടൺ മണ്ണ് അവിടെ നിന്ന് നീക്കിയെന്നാണ് അവിടെ കഴിഞ്ഞ 1000 ദിവസമായി സമരം ചെയ്യുന്ന തോട്ടപ്പള്ളിയിൽ തന്നെ സമരം ചെയ്യുന്ന സമരസമിതി ഇതിനോടകം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 40,000 above ഉള്ള 40,000 crore above ഉള്ള ഒരു കരിമണലിന്റെ വാല്യൂ ഡെപ്ത് ഉള്ള ഒരു ട്രാൻസാക്ഷൻ അവിടെ നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് നീക്കം ചെയ്തത് CMRLന്റെയും അല്ലെങ്കിൽ അവരുടെ താല്പര്യപ്രകാരമാണെന്നും അതിൻ്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ബെനിഫിഷ്യറി CMRL ആണ് എന്നും മുഖ്യമന്ത്രി നേരിട്ട് മിനിച്ചടക്കം രേഖപ്പെടുത്തിയാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യേറ്റീവിലാണ് തോട്ടപ്പള്ളിയിൽ നിന്നും മണ്ണ് നീക്കം ചെയ്തത് എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. പാർട്ട് 2 നോബഡി റെസ്പോണ്ടഡ് സോഫാർ. അല്ലെങ്കിൽ നിങ്ങൾ പറയണം അതിനോട് ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ CM ലീവ് ഓക്കെ, വ്യവസായ വകുപ്പ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, മറ്റ് ഗവൺമെന്റിന്റെ ഒരു ഏജൻസികളും അതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, CPM മറുപടി പറഞ്ഞിട്ടില്ല. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ആദ്യം മുതൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അവരും മറുപടി പറഞ്ഞിട്ടില്ല. നൗ ഐ ആം കമ്മിങ് ടു പാർട്ട് 3. അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദർ ഇസ് പാർട്ട് 1, ദർ ഇസ് പാർട്ട് 2, ദർ ഇസ് പാർട്ട് 3. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ലോങ് ബാക്ക് അത് വെച്ച് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഞാൻ വളരെ കട്ട് ഷോർട്ട് ചെയ്ത് പറയുകയാണ്. കാരണം ദിസ് മേ ബി എ വെരി എലാബറേറ്റ് ഡോക്യുമെന്റ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇതിൻ്റെ എൻറ്റയർ ഫയൽസ് ദാറ്റ് വിൽ റൺ അറൌണ്ട് 2000 pages. 2000ഓളം പേജുകളാണ് ഈ CMRL മൊത്തം അവരുടെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ നടന്നിട്ടുള്ള ഗവൺമെൻറ് പ്രോസസ്സിങ്ങിൽ വരുന്നത്. അതിൻ്റെ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നീട് CMRLന്റെ ലീസ് മുമ്പോട്ട് പോകാതെ വന്നപ്പോൾ CMRLന്റെ സിസ്റ്റർ കൺസേണായ KREML അവിടെ 60 ഏക്കർ സ്ഥലം അവരുടെ പേരിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 60 acres ഓഫ് ലാൻഡ്. വലിയ തുക കൊടുത്ത് അവിടെ മൈനിങ്ങിന് വേണ്ടി അക്വയർ ചെയ്ത സ്ഥലമാണ്. ആ മൈനിങ്ങിന് വേണ്ടി അക്വയർ ചെയ്ത സ്ഥലം 2015 UDF സർക്കാരിൻ്റെ കാലത്ത് മിച്ചഭൂമിയിൽ പെടുമെന്നും ഒരു കമ്പനിക്ക് ആസ് പെർ ദിസ് ലാൻഡ് റിഫോംസ് ആക്ട്, ഈ ലാൻഡ് റിഫോംസ് ആക്ട് പ്രകാരം ഒരു കമ്പനിക്ക് 15 ഏക്കർ സ്ഥലം മാത്രമേ ഹോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് നിയമമുള്ളതുകൊണ്ട് 2015 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ലാൻഡ് സീലിംഗിൻ്റെ കേസ് സ്റ്റാർട്ട് ചെയ്യുകയും ആ ഇനീഷ്യേറ്റീവായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്തതിന് ശേഷമാണ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രോഗ്രസീവായിട്ടുള്ള പാവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി, ഈ കേരളത്തിലെ കർഷക തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു ലെജിസ്ലേഷനായിട്ട് എന്നും അഭിമാനത്തോടു കൂടി പറയുന്നതാണ് ഭൂപരിഷ്കരണ നിയമം. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് കേരള മന്ത്രിസഭയ്ക്കുള്ള കുറിപ്പാണ്. അപ്പോൾ അത് ആ ഡേറ്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യണം. മന്ത്രിസഭാ യോഗത്തിലുള്ള കുറിപ്പ് ഇത് കിട്ടി. വിഷയം റവന്യൂ വകുപ്പ്. കേരള ഭൂപരിഷ്കരണ നിയമം 1963 വകുപ്പ് 81(3) പ്രകാരം പൊതു താല്പര്യം പരിഗണിച്ച് ഭൂപരിധിയിൽ ഇളവ് അനുവദിക്കുന്നുള്ള മാർഗനിർദ്ദേശങ്ങളും വ്യവസ്ഥകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 2015 എന്നീ സർക്കാർ ഉത്തരവുകളിൽ ഭേദഗതി വരുത്തുന്നത് സംബന്ധിച്ച് കുറിപ്പിലെ നിർദ്ദേശം അംഗീകരിച്ച് 22/6/2015 നമ്പർ ഉത്തരവിൽ നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അതിന്മേലുള്ള തീരുമാനത്തിനുള്ള 6 മാസ സമയപരിധി എന്ന് ഭേദഗതി വരുത്തി വകുപ്പ് 81(3)(b) പ്രകാരമുള്ള ഇളവിനുള്ള അപേക്ഷ ഭൂമി വാങ്ങി ഏറ്റെടുത്ത തീയതി മുതൽ 1 മാസത്തിനുള്ളിൽ സർക്കാരിന് ഓൺലൈനായി സമർപ്പിക്കണമെന്നും അത്തരം അപേക്ഷയിൽ സർക്കാർ 2 മാസത്തിനുള്ളിൽ തീരുമാനം എടുക്കേണ്ടതാണെന്നും ഭേദഗതി വരുത്താൻ തീരുമാനിച്ചു, അംഗീകരിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രി ശരിപ്പകർപ്പ്. അതായത് മന്ത്രിസഭാ യോഗത്തിൽ സമർപ്പിക്കാനുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവ് 11/1/2022 മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയം ഡൈല്യൂട്ട് ചെയ്യുന്നതിനുള്ള നിയമ ഭേദഗതിക്കുള്ള കുറിപ്പ് നൽകുകയുണ്ടായി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള അഴിമതിയുടെ ആസ്പെക്റ്റിലേക്ക് ഞാൻ വരാൻ ആഗ്രഹിക്കുകയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്പനിയുടെ രണ്ട് മുൻ പ്രപ്പോസലും അത് പുനഃപരിശോധിക്കാനുള്ള റിക്വസ്റ്റുകളും ജില്ലാ സമിതി ഡിനൈ ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഈ ആക്ടിൻ്റെ സ്കീം പ്രകാരം ഇതിൻ്റെ കീ എന്ന് പറയുന്നത്, ഏറ്റവും അടിസ്ഥാനപരമായ മാനദണ്ഡം എന്ന് പറയുന്നത്, ജില്ലാ സമിതി ഈ ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് ശുപാർശ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഭൂപരിഷ്കരണ നിയമത്തിൽ ഇളവ് ശുപാർശ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഇൻ്റർവെൻഷന് ശേഷം, മുഖ്യമന്ത്രി നേരിട്ട് ഫയലിൽ ഇടപെട്ടതിന് ശേഷം, മുഖ്യമന്ത്രി ഈ ഫയൽ ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് തുടങ്ങിയതിന് ശേഷം ഇത് രണ്ടാമത് വീണ്ടും അവർ ജില്ലാ സമിതിക്ക് അപേക്ഷ സമർപ്പിക്കുകയാണ്. വീണ്ടും റീകൺസിഡർ ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ മിനിറ്റ്സിൻ്റെ നോട്ടിംഗ് അവസാനിക്കുന്നത് ആവശ്യമെങ്കിൽ കമ്പനിക്ക് പ്രസ്തുത ആവശ്യവുമായി വീണ്ടും ജില്ലാ സമിതിയെ സമീപിക്കാം എന്ന് മുഖ്യമന്ത്രി ഇനീഷ്യേറ്റ് ചെയ്ത ആ ഒരു ഫയലിൻ്റെ വെളിച്ചത്തിൽ എഴുതുകയും ആ ഒരു ഇത് വെച്ചുകൊണ്ട് അവർ വീണ്ടും ജില്ലാ സമിതിക്ക് അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പുതിയ ഒരു ജില്ലാ സമിതി, പുതിയൊരു കളക്ടർ വരികയും ആ കളക്ടറുടെ അധ്യക്ഷതയിൽ ആ ജില്ലാ സമിതി പരിശോധിക്കുകയും ചെയ്തു. എന്നിട്ട് തൃക്കുന്നപ്പുഴ വില്ലേജിൽപ്പെട്ട 51 ഏക്കർ സ്ഥലത്താണ് ടീ പ്രോജക്റ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നും കമ്പനി ഡയറക്ടർ അറിയിച്ചുവെന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടീ പ്രോജക്റ്റുകൾ പ്രത്യക്ഷത്തിൽ തന്നെ ടീ സ്ഥലത്തിന് യോജിച്ചതാണെന്ന് കമ്മിറ്റി അംഗങ്ങളായ KSIDC മാനേജിംഗ് ഡയറക്ടർ, ടൂറിസം വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ, ഹരിപ്പാട് KSEB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ എന്നിവർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതായത് ആദ്യം സമിതി പരിശോധിച്ച് തള്ളിയ, പിന്നീട് റിവൈസ് ചെയ്ത പ്രപ്പോസലിനെ സംബന്ധിച്ചുള്ള ആദ്യത്തെ നോട്ടിംഗാണ്. എന്നാൽ അപേക്ഷ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ലായതിനാൽ ടീ അപേക്ഷകൾ ബന്ധപ്പെട്ട ജില്ലാ ഓഫീസുകളിൽ ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നും ജില്ലാ ഓഫീസിൽ ലഭിക്കുന്ന മുറയ്ക്ക് ആയത് സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണെന്നും ടീ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് എന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിത് മുഴുവൻ വായിക്കുന്നില്ല. ആ കമ്മിറ്റി ഇത് അപേക്ഷ വീണ്ടും പരിശോധിക്കുന്നു. കേരള റെയർ എർത്ത് ആൻഡ് മിനറൽ ലിമിറ്റഡ് KREML കമ്പനി പ്രോജക്റ്റുകളൊന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ലാത്തതും ആയത് ആരംഭിക്കുന്നതിന് പ്രപ്പോസൽ നൽകിയിട്ടുള്ളൂ എങ്കിലും ടീ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ കമ്പനിയുടെ പേരിലുള്ള 51 ഏക്കർ വസ്തുക്കളെ കേരള ഭൂപരിഷ്കരണ നിയമം വകുപ്പ് 81(3) പരിധിയിൽ ഉൾപ്പെടുത്തി ഇളവ് അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്യുന്നതിന് 15/6/2022 ജില്ലാ സമിതി കൂടി തീരുമാനമെടുത്തിട്ടുള്ളതാണ് എന്നും ആയതിനാൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ ഉൾപ്പെട്ട മേൽ 20.39 ഹെക്ടർ വസ്തുക്കളെ കേരള ഭൂപരിഷ്കരണ നിയമം വകുപ്പ് 81(3) പ്രകാരം പ്രോജക്റ്റുകളിൽ പരാമർശിച്ചിട്ടുള്ള സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന ആവശ്യകതയിലേക്ക് മാത്രമായി ടീ പ്രോജക്റ്റ് ആരംഭിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും ആവശ്യമായ നിയമങ്ങളുടെയും വകുപ്പുകളുടെയും അനുമതി വാങ്ങേണ്ടതാണെന്നും നിബന്ധനകൾ പാലിക്കുന്ന പക്ഷം ഉത്തരവ് റദ്ദാക്കപ്പെടുന്നതെന്നുള്ള നിബന്ധനകളോടും ഭൂപരിധിയിൽ നിന്നും ഒഴിവാക്കി നൽകാമെന്ന് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ആലപ്പുഴ ജില്ലാ കളക്ടർ റിപ്പോർട്ട്, ചെക്ക് ലിസ്റ്റ്, ജില്ലാ സമിതിയുടെ മിനിറ്റ്സ് എന്നിവ ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്യുന്നു. ഇത് സമിതി പരിഗണിച്ചത് 15/6/2022. ഇതാണ് അതിൻ്റെ മിനിറ്റ്സ് എന്ന് പറയുന്നത്. സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ട് അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതിന് ഇതാണ് മിനിറ്റ്സ്. അതായത് ഈ 60 ഏക്കർ സ്ഥലത്തിന് എക്സംപ്ഷൻ ഗ്രാൻഡ് ചെയ്യുന്നതിന് വേണ്ടി നടന്ന ആ ഒരു എക്സസൈസ്, ആ ഒരു പ്രോസസ്സ് എന്തുമാത്രം ഇൻഡെപ്ത് ആയിരുന്നുവെന്ന് കേരളത്തിലെ ജനസമൂഹം ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഇതാണ് അതിൻ്റെ എൻ്റയർ പ്രോസസ്സ് നടന്നതിൻ്റെ മിനിറ്റ്സാണ്. അതായത് എക്സംപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി തീരുമാനമെടുക്കുന്നതിന് എന്തുമാത്രം പരിഗണിച്ചു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ റെക്കമെൻഡ് ചെയ്തു എന്ന് കാണിക്കുന്നു. അപേക്ഷയിന്മേൽ തീരുമാനമെടുക്കുന്നതിനായി സൂചന പ്രകാരമുള്ള സർക്കാർ ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടർ ചെയർമാൻ, ഡെപ്യൂട്ടി കളക്ടർ സ്വാൻസോ, ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ജില്ലാ മാനേജിംഗ് ഡയറക്ടർ എന്നിവർ മെമ്പർമാരായ ജില്ലാ സമിതി ടീ വിഷയത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. ടീ സമിതി 15/6/2022 യോഗം ചേരുകയും അതിൽ മേൽപ്പറഞ്ഞ മെമ്പർമാർ കമ്പനിക്ക് വേണ്ടി ശ്രീ ശരൺ എസ് കർത്ത എന്നിവരും പങ്കെടുത്തു. ടൂറിസം പ്രൊജക്ട് നടപ്പിലാക്കുക വഴി 300 പേർക്ക് ജോലി സാധ്യത ഉണ്ടാകുമെന്നും 25 ഏക്കർ ഭൂമിയിലാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നും 6 മെഗാവാട്ട് കപ്പാസിറ്റിയുള്ള സോളാർ പവർ പ്ലാന്റ് തങ്ങളുടെ മാതൃസ്ഥാപനമായ CMRL കമ്പനിക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണെന്നും
ഈ പദ്ധതി 30 ഏക്കറിൽ തുടങ്ങുന്ന വഴി 100 പേർക്ക് ജോലി സാധ്യത ഉണ്ട് എന്നും 5 ഏക്കറിലാണ് വർക്കിംഗ് വിമൻസ് കൺസോർഷ്യം ഫോർ ബോത്ത് ഫുഡ് ബേസ്ഡ് ഐറ്റംസ് ആൻഡ് നോൺ ഫുഡ് ബേസ്ഡ് ഐറ്റംസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്നും അറിയിച്ചു. തൃക്കുന്നപ്പുഴ വില്ലേജിൽ ഉൾപ്പെട്ട 51 ഏക്കർ വസ്തു CRZ പരിധിയിൽ ഉൾപ്പെടുന്നതല്ല എന്ന് കക്ഷി അറിയിച്ചു. സിംഗിൾ വിൻഡോ ക്ലിയറൻസിനായി KSIDCക്ക് നൽകിയ അപേക്ഷ പരിഗണനയിലാണെന്നും സെക്ഷൻ 81(3) പ്രകാരം ഇളവ് അനുവദിച്ച് നൽകിയാൽ മാത്രമേ ഈ പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ശ്രീ ശരൺ എസ് കർത്ത അറിയിച്ചു. കമ്പനിയുടെ പേരിൽ ആറാട്ടുപുഴയിലുള്ള ബന്ധപ്പെട്ട മറ്റു വകുപ്പുകളുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ഇളവ് അനുവദിക്കാവുന്നതാണെന്ന് തഹസിൽദാർ കാർത്തികപ്പള്ളി അറിയിച്ചു. 15/6/2021 കൂടിയ മീറ്റിംഗിൽ ബന്ധപ്പെട്ട കമ്മിറ്റി അംഗങ്ങളുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലും KSIDC മാനേജിംഗ് ഡയറക്ടറുടെ കാർത്തികപ്പള്ളി ഭൂരേഖ തഹസിൽദാരുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും താഴെ പറയും പ്രകാരം തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളതാണ്. മിസസ് KREML കമ്പനി മേൽ സൂചിപ്പിച്ച പ്രോജക്റ്റുകൾക്കൊന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ല എന്നും ആരംഭിക്കുന്നത് സംബന്ധിച്ച് പ്രപ്പോസൽ നൽകിയിട്ടുള്ളേ എന്നും ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ പ്രോജക്റ്റുകൾ ആരംഭിക്കുന്നത് സംബന്ധിച്ച് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും അനുകൂല അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ തൃക്കുന്നപ്പുഴ വില്ലേജിൽ KREML കമ്പനിയുടെ പേരിലുള്ള 51 ഏക്കർ വസ്തുവകകളെ കേരള ഭൂപരിഷ്കരണ നിയമം സെക്ഷൻ 81(3) പരിധിയിൽ ഉൾപ്പെടുത്തി ഇളവ് അനുവദിക്കുന്നതിന് ലാൻഡ് ബോർഡിലേക്ക് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. ദിസ് ഈസ് വാട്ട് ഹാപ്പൻഡ്. അതായത് 5/6/2021 കൂടിയ ഈ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ 22 കൂടിയ 15/6/2022 ചേരുകയും മേൽപ്പറഞ്ഞ മെമ്പർമാർ 15/6/2022 കൂടിയ ആ കമ്മിറ്റി ടൂറിസം സോളാർ കമ്പനി രണ്ടാമത് ഒരു പ്രപ്പോസൽ സമർപ്പിക്കുന്നു. മിനറൽ കോംപ്ലക്സിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ അത് 2 പദ്ധതിയാണ്. ആദ്യം സമർപ്പിച്ച ക്രൈറ്റീരിയ പറയാം. ഡോണ്ട് ബി ഇൻ എ ഹറി, ജസ്റ്റ് ഡോണ്ട് ബി ഇൻ എ ഹറി. ഇതിൻ്റെ അകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് എത്ര പേർക്ക് തൊഴിൽ ലഭിക്കുമെന്ന് ഇപ്പം വായിച്ചു കേട്ടില്ലായിരുന്നു. 100 പേർക്ക്. അതായത് ആസ് പെർ ദ സ്കീം, ആസ് പെർ ദ റെഗുലേഷൻസ്, പെർ ഹെക്ടറിന് 20 പേർക്ക് തൊഴിൽ ലഭിക്കണം. 20 പേർക്ക്. അപ്പോൾ 50 ഏക്കറിന് ഇളവ് കഴിക്കണമെങ്കിൽ എത്ര പേർക്ക് തൊഴിൽ ലഭിക്കണം? എത്ര പേർക്ക് തൊഴിൽ ലഭിക്കും? യു ടെൽ മീ. പറഞ്ഞു. സിൻസ് യു ഹാവ് ഗോട്ട് എ ഡൗട്ട്. അല്ല, എത്ര പേർക്ക് ലഭിക്കണം? 1000. 20 × 50 അല്ലേ? 1000 പേർക്ക് തൊഴിൽ ലഭിക്കും. ഇവരിപ്പോൾ പ്രപ്പോസ് ചെയ്തേക്കാൻ എത്ര പേർക്കാ? 130 പേർക്ക് അവിടെ കിട്ടും. 100 പേർക്കല്ല, 230. Whether such a proposal can be accepted? Whether such a proposal can be accepted? No, ഞാൻ പറഞ്ഞുതരാം. അതായത് ദിസ് ഇസ് ബ്ലൈറ്റന്റ് ആൻഡ് ക്ലിയർ. നിങ്ങളിനി എന്തു പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ കമ്പനിക്ക് വേണ്ടി 3ാമത്തെ വട്ടം മുഖ്യമന്ത്രി ഔട്ട് ഓഫ് ദ വേ ഇല്ലീഗലി ഇടപെട്ട് അവരുടെ ഭൂമി സംരക്ഷിക്കും. പക്ഷേ ഇതിപ്പോൾ ഈ പ്രപ്പോസല് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുകയും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു 1 ലൈൻ റീസൺ കാണിച്ച് കമ്പനിയുടെ ഈ ഭൂമി സംബന്ധിച്ച് കേസ് നിലവിൽ ഉള്ളതിനാൽ ഏറ്റവും കൾമിനേറ്റ് നിൽക്കുന്ന അവിടെയാണ്. ഞാൻ കാണിച്ചു തരാം. സൂചനയിലേക്ക് ഒരു സെക്കൻഡ് സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. KREML കമ്പനി ഭൂപരിധി ഇളവിനായി അപേക്ഷിച്ചിട്ടുള്ള ആലപ്പുഴ ജില്ലയിലെ തൃക്കുന്നപ്പുഴ വില്ലേജിൽ ഭൂമിയിൽ കാർത്തികപ്പള്ളി താലൂക്ക് ബോർഡ് മുമ്പായ സീലിംഗ് കേസ് ഉള്ളതിനാൽ കേരള ഭൂപരിഷ്കരണ നിയമം പ്രകാരം കേരള റെയിൽവേസ് ലിമിറ്റഡ് കമ്പനിക്ക് ഭൂവിളവ് പരിധി അനുവദിക്കാൻ നിർവാഹമില്ല എന്ന് ഇവർ അറിയിച്ചോളും. അപ്പോൾ ആ ഒരു സിംഗിൾ റീസൺ പറഞ്ഞ് റവന്യൂ നിഷേധിച്ചിട്ടുണ്ട്. ദേ ആർ ഓപ്പണിംഗ് എ വേ ഫോർ എ ലീഗൽ ഫൈറ്റ്. കമ്പനിക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പേരിൽ കോടതി പോകാം. കോടതി പോയി കഴിഞ്ഞാൽ കോടതി പരിഗണിക്കുന്നത് ഒരു ആസ്പെക്റ്റാണ്. അതായത് നിലവിൽ ജില്ലാ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ. ജില്ലാ സമിതി ശുപാർശ ചെയ്ത് റൈറ്റ് ഓർ റോങ്, ജില്ലാ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹാസ് നോ അതർ ഓപ്ഷൻ ദാൻ ടു അക്സെപ്റ്റ് ഇറ്റ്. അല്ലെങ്കിൽ റീസൺ വേണം. ഒരു കേസ് പെൻഡിങ് ഉണ്ട് എന്നത് ആ ഒരു എക്സംപ്ഷൻ കൊടുക്കാതിരിക്കാനുള്ള വാലിഡ് റീസൺ അല്ല. വാലിഡ് അല്ലാത്ത ഒരു റീസണിൽ ഒരു റിജക്ഷൻ ലെറ്റർ നൽകുകയും അത് കമ്പനി കോടതിയിൽ ചലഞ്ച് ചെയ്യുകയും ഈ ജില്ലാ സമിതിയുടെ ശുപാർശ പ്രകാരം ഇതിന് എലിജിബിൾ ആണെന്ന് കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങുകയും ചെയ്യുക എന്നതാണ് ദ ഡിസൈൻഡ് കറപ്ഷൻ. CM has spearheaded the whole thing. മുഖ്യമന്ത്രിയാണ് ഇതിന് എല്ലാം വഴിയൊരുക്കുകയും നേരിട്ട് ഇടപെടുകയും ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ CMRLന്റെ പേരിലുള്ള ഭൂമിയിൽ മൈനിങ് ആരംഭിക്കാൻ പരിശ്രമിച്ചു.
അത് നടന്നില്ല. അവർക്ക് മണ്ണ് ലഭിക്കുന്നതിന് അനധികൃതമായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മണ്ണെടുത്ത് KMML നൽകി അതുവഴി എലിമിനേറ്റ് ലഭ്യമാക്കി അവരുടെ ഭൂമി നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇന്നും നിയമസഭയിലൊക്കെ പറയുമ്പോൾ അഭിമാനത്തോടു കൂടി പറയുന്ന കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ വെള്ളം ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിടപെട്ട് അതിന് മുമ്പ് ഓൾറെഡി ഡൈല്യൂട്ട് ചെയ്യാനുള്ള ലോ അമെൻമെൻറ്റ് വരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയിട്ട് ജില്ലാ സമിതിയുടെ ശുപാർശ അനുകൂലമായി 50 ഏക്കർ സ്ഥലം അവർക്ക് എക്സംഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശുപാർശ ലഭ്യമാക്കി. പി രാജീവ് നിങ്ങളോട് എന്താണോ ചോദിക്കാൻ ആവശ്യപ്പെട്ടത് ആ ചോദ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിക്കുക. ഐ വിൽ റിപ്ലൈ ടു യുവർ ക്വസ്റ്റ്യൻസ്. ഐ എം നോട്ട് റണ്ണിങ് അവേ ഫ്രം ദ ഫീൽഡ്. ഞാനിത് പറയാൻ കാരണം MP രാജേഷ് ഇത് സംബന്ധിച്ചൊരു പരാമർശം നടത്തി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? മാത്യു കുഴൽനാടൻ്റെ ശൈലി എന്ന് പറയുന്നത് ഹിറ്റ് ആൻഡ് റൺ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഹിറ്റ് ചെയ്തിട്ട് ഓടിപ്പോയിട്ടില്ല. ഐ ആം വെരി മച്ച് ഹിയർ. ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്, ഇഫ് യു ഹാവ് എനി കൗണ്ടർ ആർഗ്യുമെൻറ്റ്, കം ആൻഡ് ആർഗ്യൂ. ലെറ്റ്സ് ആർഗ്യൂ. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഞാൻ പറയാനുള്ള ഇതുവരെ CPM-ഓ രാജീവോ രാജേഷോ ഒന്നും ഞാൻ ഈ പറഞ്ഞ 3 പാർട്ടിൽ 3 ആക്ടിവിറ്റിക്കും എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇനിയിപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് പറയേണ്ട ആളായിരുന്നില്ല. നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഭാഗഭാക്കാകേണ്ടിയിരുന്നില്ല. ഇതിനു വേണ്ടിയിട്ടാണ് നിയമസഭ ഇതുപോലുള്ള ചോദ്യങ്ങൾ ഉയർത്താനും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഭരണപക്ഷത്തിന് പറയാനും അവസാന അന്തിമമായ വിധി കോടതി എന്ന് പറയുന്നത് ജനകീയ കോടതിയാണ്. ജനകീയ കോടതി തീരുമാനിക്കും. ഇത് കണ്ടിട്ട് രണ്ടുപേരുടെ ആർഗ്യുമെന്റ്സ് കണ്ടിട്ട് ജനം വിലയിരുത്തും. അതിനു വേണ്ടിയിട്ടാണ് നിയമസഭ. ഞാൻ അതിനാണ് പരിശ്രമിച്ചത്. നിയമസഭയിൽ ഈ ചോദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം ഈ ഭരണകക്ഷി അംഗങ്ങളും മന്ത്രിമാരും ചേർന്ന് എന്നെ തടസ്സപ്പെടുത്തുകയും സ്പീക്കറിന്റെ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ വരേണ്ടി വന്നത്. ഇന്ന് രാജീവ് എന്തിനാണ് മാധ്യമങ്ങൾ വഴി എന്നോട് ചോദ്യം ചോദിക്കുന്നത്? If I would have raised this in assembly, he had all the right to counter argue. He would have raised the question over there. Why he shied away from assembly debate? മന്ത്രി എന്തിനാണ് നിയമസഭയിൽ മറുപടി പറയാൻ ചോദ്യം ഉന്നയിക്കാതെ മാധ്യമങ്ങളോട് ചോദിക്കാൻ പറയുന്നത്? അത് ജനാധിപത്യത്തെ നിങ്ങൾ ഭയക്കുന്നത് കൊണ്ടാണ്. മുഖ്യമന്ത്രിക്കോ രാജീവിനോ രാജേഷിനോ ആർക്കും ചോദിക്കാമായിരുന്നല്ലോ. And now I am again opening it up. ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയത്തിൽ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങളിൽ CPM-നോ മന്ത്രിസഭയ്ക്കോ ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾ വഴി ചോദിക്കേണ്ട കാര്യമില്ലോ. ഐ ഇൻവൈറ്റ് രാജീവ് ഇഫ് ഈസ് വില്ലിംഗ്. രാജീവും രാജേഷും ഒന്നിച്ചു വരണമെങ്കിൽ വന്നോട്ടെ. അവർ രണ്ടുപേരാണ് ഈ കാര്യത്തിൽ മുന്നോട്ട് വന്നു. അവർ രണ്ടുപേരോടും ഈ കാര്യത്തിൽ പരസ്യമായ ഒരു സംവാദത്തിന് ഞാൻ തയ്യാറാണെന്ന് അറിയിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.